ഹലോ ഗൈസ്, നമ്മൾ ഇപ്രാവശ്യം ഉള്ളത് എന്താ ബാക്കിൽ കാണുന്നതാണ് വെട്ടുപാറ സ്ഥലത്താണ്. ഇതാണ് വെട്ടുപാറ അങ്ങാടി. ബാക്കിൽ കാണില്ല ഫുള്ളും. ഇവിടെ തൊട്ടടുത്തൊക്കെ ആൾക്കാരുണ്ടോ, ഈ ഇരിക്കണൊക്കെ ബാക്കിലുള്ള ആൾക്കാരാണ്. നമ്മൾ ഇപ്രാവശ്യം വന്നത് നോമ്പെറുക്കാൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുമാണ സ്ഥലത്ത്. കുറേ ദിവസമായി വീട്ടിൽ നിന്നൊക്കെ നോമ്പ് തുറന്നിട്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു ചടുപ്പ് പുറത്തൊക്കെ ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോമ്പെറുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതിന് പറ്റിയ സ്പോട്ട് കണ്ടെത്തിയ സ്ഥലമാണ് മുറിഞ്ഞുമാട് എന്ന സ്ഥലം. ആ മുറിഞ്ഞുമാട് സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ പ്രാവശ്യം ഇപ്പോൾ കൂടെ ഉള്ളത് ആ ഫാസിലാണ്. അതായത് എല്ലാ അലമ്പിനും കൂട്ടുള്ള ചങ്ങായിയാണെന്ന് ഫാസിൽ. അപ്പം നോമ്പ് വെച്ചാൽ അത് നമ്മൾ പറയണ്ടാണ്. വെറുതെ നോമ്പ് പറ്റാണ്. ആ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ നേരത്തെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞപ്പോൾ അറ്റാക്കുകൾ ഒരുക്കാണ്. പിന്നെ എൻ്റെ മാതിരി ഞാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങിയത് കാണിച്ചു തരാം. വണ്ടികൾ അതാ ഈ വണ്ടി പോയി കീസ് കണ്ടില്ലേ, ഇതൊക്കെ സാധനം വാങ്ങി വെച്ചതാട്ടോ. കഴിഞ്ഞ് അത് പോകേണ്ട സ്ഥലമാണ് ഇത്. പോകേണ്ട സ്ഥലമാണ് എന്താ ഇപ്പുറത്ത്. ഇതാണ് മുറിഞ്ഞുമാട്. ആ ഒഴിഞ്ഞ സ്ഥലത്താണല്ലോ അപ്പുറത്ത്, ആ പുല്ലൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ് വിശാലമായി കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. പിന്നെ ഇത് ചാലിയാർ പോയ കേട്ടോ, ചാലിയാർ പോയാണ്. അതിൻ്റെ അപ്പുറത്താണ് മുറിഞ്ഞുമാട്. അത് കോഴിക്കോട് ജില്ലേൻ്റെ ഏകദേശം അപ്പുറത്തേക്ക് എത്തും. ഇത് മലപ്പുറം ജില്ല. അങ്ങനെ നിൽക്കുന്ന മലപ്പുറം ജില്ല. ആ പോകുന്ന ബോട്ട് ഉണ്ടല്ലേ, ബോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ പോണ ബോട്ട് അതിലൊക്കെ ആൾക്കാരുണ്ട്, നോമ്പറക്കാനുള്ള ആൾക്കാർ അതിലൊക്കെ ഉണ്ട്. അതായത് ഒരു ടീമായിട്ട് വന്ന് അവരൊന്നായിട്ട് ഒരുമിച്ച് കൂടി അതിൽ നോമ്പറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഇന്ന് വള്ളത്തിന് ബോട്ടിൽ കയറി അവിടെ നിന്ന് നോമ്പറക്കാനുള്ള ഒരുക്കാണ്. പിന്നെ അവിടെ തന്നെ കുറേ നോമ്പറക്കാനുള്ള ഒരു ഇവൻറ്റ് പോലെ പല പരിപാടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം കുറേ ഫാമിലീസായിട്ട് കാറിലായിട്ടും മോട്ടോർ ഷോയിലായിട്ടും പല ഫാമിലീസായിട്ട് വന്നതിന് ഓരോ ഭാഗത്ത് ഓരോ ഇഫ്താറിനും വേണ്ടി ഓരോരുത്തർ ഒരുമിച്ച് ഇരിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ വിരിച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഈ ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇതാ ചാലിയാറിൻ്റെ ചെറിയൊരു ഭാഗം അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള, ഇവിടെയൊക്കെ തോണിയും കാര്യങ്ങളൊക്കെ നിർത്തിയുള്ള സൗകര്യമാണ് കാണുന്നത്. പിന്നെ അത് തൊട്ടപ്പുറത്ത് വാഴത്തോട്ടം. പിന്നെ ഭയങ്കര കാറ്റാട്ടോ ഇവിടെ ഇരുന്നാൽ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അതായത് നമ്മൾ വൈകുന്നേര സമയങ്ങളൊക്കെ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, ഒരു നല്ലൊരു വൈബും അതേമാതിരി നല്ലൊരു സ്ഥലം കണ്ടിരിക്കാനുള്ള സ്ഥലം. അതായത് നേരം പോക്കാൻ ഇരിക്കാനുള്ള സൗകര്യത ഇവിടെ പോസ്റ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട ബാക്കിലുള്ള മരങ്ങളില്ലേ, ഈ മരത്തിൻ്റെ ചോട്ടിലായിരിക്കണം. ഈ മരത്തിൻ്റെ ചോട്ടിലായിരിക്കണത്. പിന്നെ ഉള്ളത് ഇവിടെ പോസ്റ്റ് കണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നു. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ടൈം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ് 6:15 ഇനി ഞങ്ങൾക്ക് വള്ളത്തിൻ്റെ ബോട്ടിലും പിന്നെ ജ്യൂസിൻ്റെ പകരമായിട്ട് ഞങ്ങൾ എന്താ വാങ്ങണോ സുഹൃത്തുക്കളെ, ഫ്രൂട്ടി അല്ലേ വാങ്ങണേ? ആ ഫ്രൂട്ടി അല്ല റെഡ് ബുള്ളോ ഓടാ. അപ്പോൾ എനർജിയല്ല, നമ്മൾ ക്ഷീണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതാണ് വാങ്ങണേ. നമ്മൾ ഏതായാലും പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള അവിടെയുള്ള കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടതാ ഇതാ ബാക്കിലാണ് പോയുള്ള ചായർ പോയ ഇതാ ഫാസിൽ ഇതാ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന സ്പേസ് തൊട്ടടുത്ത് വണ്ടി എടുത്തിന് ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇവിടെ പേപ്പറൊക്കെ വിരിച്ചു അടിപൊളിയായിരിക്കും. കാണിച്ചു തരാം. ആ കണ്ടില്ലേ, ഇതൊക്കെ ലൈറ്റ് ഇട്ട്, ഇതൊക്കെ ലൈറ്റ് കാണുന്നുണ്ടോ അറിയില്ല. പോടാ ഇത് മുണ്ടാണ് വേളി അടിച്ചല്ലേ ഭക്ഷണം കഴിക്കാൻ പോകാൻ സംസാരിക്കണേ. അവിടെയൊക്കെ ലൈറ്റ് ഇട്ടത് കാണില്ല. ഒക്കെ ബുക്ക് ചെയ്താൽ ഇവൻറ്റുകാർ, അതായത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാർ വന്ന് അവിടെ ലൈറ്റൊക്കെ കെട്ടി ഫുള്ള് പരിപാടി ആക്കിയിട്ട് എന്ത് ചെയ്ത് അവിടെ ബുക്ക് ചെയ്യുന്ന പരിപാടി കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ ഈ കാണുന്നതൊക്കെ ആൾക്കാർ നോമ്പ് തുറക്കാൻ വെച്ചതാണ്. അവിടെ കാണുന്നതൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ നോമ്പ് തുറക്കാണ്. പോകട്ടെ കയ്യാക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. എന്താ ഫുള്ള് പോയും വെള്ളമൊക്കെ ആയതുകൊണ്ട് അതൊക്കെ വെള്ളപ്പോയൻ്റെ അക്കത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് കയ്യാക്കണം. അങ്ങനെ സാധനമൊക്കെ ഫുൾ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സെറ്റാക്കി ഇരിക്കുന്നത്, അത് കിട്ടി അറ്റാക്ക് ചെയ്യുന്ന കോലത്തിലാണ് ഇരിക്കുന്നത്. അതായത് റെഡി ബാങ്ക് ഇപ്പം ഓൻ പറഞ്ഞ എന്താ പറയുക, എത്ര മുതലൊക്കെ വാങ്ങി കൊടുക്കാത്തത് ആ ചിന്തയിൽ ഞാൻ ഓടാ പറഞ്ഞത്. ഇതാ അത് വാങ്ങിയ സാധനങ്ങൾ
പൊക്കവട, കാരക്ക, സമൂസ. ഫ്രൂട്ട്സ് വാങ്ങിയിട്ടോ, ഫ്രൂട്ട്സ് വേണ്ടാറിന്. പിന്നെ അതിൻ്റെ പകരം ഞങ്ങൾ എന്ത് ചെയ്ത് ഫ്രൂട്ടി ഇതാ കണ്ടില്ലേ, ഇത് വാങ്ങി ബോട്ടിൽ. അത് ജ്യൂസിൻ്റെ പകരം കേട്ടോ. ഞങ്ങൾക്ക് പരിപാടിയാണ്, ഫുൾ സിമ്പിൾ പരിപാടിയാണ്. പിന്നെ 2 ലിറ്ററിൻ്റെ ഇത് ബോട്ടിൽ. പിന്നെ ഇതിലുള്ളത് മന്തി, പിന്നെ അൽഫാം. പിന്നെ അതിലേക്കുള്ള ഇതാ ടൊമാറ്റോ സോസ്, പിന്നെ മയോണസ്, പിന്നെ കച്ചപ്പ്. എല്ലാ സാധനം റെഡിയാണ്, പക്ക സൂപ്പർ. അഞ്ഞ് ബാങ്ക് കൊടുത്താൽ മതി, ഫുൾ സെറ്റ്. അല്ല വാസിലോ? തീർച്ചയായിട്ടും ബാങ്ക് കൊടുത്താൽ അൽഹംദുലില്ലാ. ബാക്കിലൊക്കെ ആളുണ്ടില്ല, കാറും എല്ലാ വണ്ടി ഫുൾ സെറ്റാക്കി ലൈറ്റൊക്കെ വെച്ച് അലങ്കാരമാക്കി അടിപൊളിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കുറച്ച് പൊരികളും കടികളാണ് അവർക്ക് കൊണ്ടു കൊടുക്കുക കേട്ടോ. ആ ഫാസിൽ അങ്ങനെ കൊടുത്തിട്ടതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നോമ്പൊക്കെ തുറന്ന് വെളിച്ചം കാത്തോണ്ടല്ലേ, വെളിച്ചം കാണിച്ചാൽ ഞാനിതാ ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഫുള്ള് ഇതായി. ഇപ്പോൾ കാണാത്ത എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റിലാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ കാണുന്നത്. അതെ ബാക്കിൽ ബൂത്തല്ലേ, അത് ഫാസ്റ്റിലാണ്. ആ ലൈറ്റ് കാണുന്ന സ്ഥലം കണ്ടില്ല നിങ്ങൾ? അതൊക്കെ എന്താ പറയുക, ആ വെട്ടുപാറ അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു അങ്ങാടിയാണ്. അവിടെ നിന്നുള്ള ലൈറ്റ് നേരെ ഈ വെള്ളത്തിൽ അടിച്ച് റിഫ്ലക്ഷൻ അടിക്കുകയാണ്. പിന്നെ ആ കാണുന്ന ലൈറ്റൊക്കെ നേരത്തെ നമ്മൾ ഇഫ്താറിന് ഇരുന്ന ആൾക്കാരാണ്. ആ ഇഫ്താർ ഫംഗ്ഷനും വേണ്ടി ഇരുന്ന ആ ലൈറ്റാണ് കാണുന്നത്. അതായത് അവിടെയൊക്കെ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ആ ഭാഗത്തുണ്ട്, ആ ഭാഗത്തും കുറേ ആൾക്കാർ ബാക്കിൽ, തൊട്ട ബാക്കിൽ ആ കാണുന്ന ലൈറ്റൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ ഇഫ്താറിൻ്റെ ആൾക്കാരാണ്. പിന്നെ അതാ ഈ ഭാഗത്ത് അവിടെ ടെൻറ്റ് പോലെ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലായിടത്തും ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ഫുള്ളും ഈ ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിലും കണ്ടമാനം ആൾക്കാരെന്തേലും ഇവിടെയൊക്കെ ഇഫ്താർ അതായത് നോമ്പ് തുറക്കാനും വേണ്ടി അത് അൽക്കലൊക്കെ എവിടെയാണ്, അപ്പോൾ അതിൻ്റെ അപ്പുറം ഭാഗമാണ് ആ കാണുന്നത്. അവിടെ ഇതേമാതിരി പാർക്കോല ഏരിയയാണ് ആ കാണുന്ന ഭാഗം. ആ ഈ ലൈറ്റ് കാണുന്ന ഭാഗം ഒരു പാർക്കോല ഏരിയയാണ്. അവിടെയാണ് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നത്. ഇത് ഭംഗിയുള്ള കാഴ്ചയല്ല ഇവിടെ നിന്ന് കാണാൻ. അതേപോലെ അക്കരന്ന് നോക്കുമ്പോഴേക്കാണ് ഇതിന് ഭംഗി ഒന്നുകൂടി കാണാൻ. അതായത് ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കുമ്പോഴേ ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷേ ഈ ക്യാമറ ഞാൻ സൂം ചെയ്തിട്ട് ക്ലിയർ ഉണ്ടാവില്ല, അതാണ് ഞാൻ അത്ര സൂം ചെയ്യാത്തത്. അതായത് സൂം ചെയ്ത് നോക്കുകയാണല്ലേ, ഇതിനുള്ളൊക്കെ ആൾക്കാരുണ്ട്. ആ ലൈറ്റ് അടിച്ചിട്ട് ഇതാ ഇതൊക്കെ ആൾക്കാരുണ്ട്. ഇത് ഈ ചെയ്യുന്ന ലൈറ്റ് സൗകര്യമൊക്കെ വെച്ച ഇവൻറ്റ് മാനേജ്മെൻ്റ് ആൾക്കാർ എന്താണ് ചെയ്യും, ഇവിടെ ഇതുപോലെ ലൈറ്റ് കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് അവർ പോവും. അങ്ങനെ ഈ ഭാഗത്തുള്ള അപ്പുറത്തൊക്കെ ഉണ്ട്, അവർ പോയിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തത് കാണുമ്പോൾ ബുക്ക് ചെയ്യും. അങ്ങനെ ഇവൻറ്റ് മാനേജർമാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവർക്ക് ഇത്ര ആൾക്കാരെന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഇത്ര ആൾക്കാർക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് ചിലപ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്യും. അതിൽ എമൗണ്ട് അവർ ഈടാക്കും. അല്ലെങ്കിൽ സ്പോട്ട്, അതായത് ഈ ലൈറ്റ് വെച്ച സ്പോട്ട് സ്ഥലം മാത്രം എന്ത് ചെയ്യും, അത് മാറ്റി കൊടുക്കും. അതിന് വേറെ റേറ്റ് ആയിക്കാരം, കുറഞ്ഞ റേറ്റ് ആയിക്കാരം. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ നേരത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി ബോട്ടിൽ വലിയ ടീമാണ് ബോട്ട് അലങ്കരിച്ച് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ല കാണാൻ. ആ വെള്ളത്തിൽ അതിന് റിഫ്രഷൻ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഒക്കെ നോമ്പ് തുറന്ന് തിരിച്ച് വരിക കേട്ടോ. ഒരു ഇതിലെല്ലാം നോമ്പ് തുറന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ ഇതിയാണ് ചെയ്തത്. ഹായ് ഹയമ്മ ഹയമ്മ അതൊക്കെ വൈറലാവുക ചങ്ങായി, പറയാൻ പറ്റൂല. അല്ലേ ഇതൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചാണ്. എന്തായാലും പന്തൽ പോലെ ലൈറ്റ് കെട്ടിന്. അടുത്തൊരു സ്പോട്ടാണ്, അത് അടുത്ത പോലെ ലൈറ്റൊക്കെ കൊടുക്കി ഇതാ മനോഹരമാക്കി വെച്ചൊരു സ്ഥലമാണില്ലേ. ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കറണ്ട് ആൾക്കാർ നോമ്പുറക്കായിരിക്കും. പിന്നെ അവരിത് മടക്കി വെക്കുകയാണ്. അവർ നോമ്പ് തുറന്നതിന് ശേഷം അവരൊക്കെ ഇത് മടക്കി വെക്കുകയാണ്, ഒക്കെ എടുത്തു കൊണ്ട് പോവുകയാണ്. നാളെ അധികം പാർട്ടി വരുമ്പോൾ മാത്രം അടുത്ത് ഓണാക്കുള്ളൂ.